1201 ചിങ്ങമാസത്തിൽ നമ്മൾ ചിങ്ങമാസത്തെ പറ്റി ഓൾറെഡി സംസാരിച്ചു. അത് ഓരോ നക്ഷത്രക്കാർക്കും വരുന്നത് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിന് 1201 ചിങ്ങമാസത്തിൽ വരുന്ന ഫലങ്ങളെ പറ്റി നമുക്ക് നോക്കാം, ചിന്തിച്ചു നോക്കാം. അശ്വതി നക്ഷത്രം ഫസ്റ്റ് നക്ഷത്രമാണ് അശ്വതി. അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവതയാണ് ഗണപതിയാണ്. അശ്വതി നക്ഷത്രക്കാർ ജനിക്കുന്ന കേതുദശയിലാണ്. 7 വർഷമാണ് കേതുദശയുടെ ദൈർഘ്യം. ഓരോ നക്ഷത്രക്കാരും ജനിച്ചു കഴിയുമ്പോൾ എത്രയാണോ നമുക്ക് ദശ വരുന്നത്, അതായത് ഉദയം മുതൽ നമ്മൾ ജനിക്കുന്ന സമയം വരെ കാൽക്കൂട്ടിയപ്പോൾ ഉദയാൽപൂർവത്തിനോട് ആ ഓരോ ലഗ്നതും കൂട്ടി ആ ഉദയ സമയത്ത് എത്ര സമയമാണോ ആ സമയത്ത് വരുന്ന ലഗ്നമാണ് ലഗ്നം എന്ന് പറയുന്നത്. ലഗ്നം എന്ന് ചിന്തിക്കുമ്പോൾ ക്ഷേത്രമാണ്. അത് ഓരോ നക്ഷത്രക്കാരുടെയും ഓരോ വ്യക്തികളുടെയും നോക്കുമ്പോഴാണ് ഇങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ പൊതുവെ പറയുമ്പോൾ അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവനാണ് ഗണപതിയാണ് ഇവരെ പൂജിക്കേണ്ടത്. ഗണപതി ഭഗവാനും ദേവിയാണ് നോക്കേണ്ടത്. രാശിയുടെ അധിപൻ നിൽക്കുന്നത് ചൊവ്വയാണ്, അതായത് സുബ്രഹ്മണ്യനാണ് ഇവരുടെ രാശിയുടെ അധിപൻ. ഒരു ഗ്രഹത്തിനും രാശിക്കും അതിൻ്റെതായ നാഥന്മാരുണ്ടാവും. ഈ നക്ഷത്രത്തിൻ്റെ നാഥനാണ് ഗണപതി സുബ്രഹ്മണ്യം പ്രാർത്ഥിക്കുന്ന അർത്ഥം. ഈ അശ്വതി നക്ഷത്രത്തിന് ഇപ്പോൾ നടക്കുന്ന ദശ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഗോചരാല് വരുന്നത് 7.5 ശനിയും 3 വ്യാഴമാണ്. അപ്പോൾ ഒരു നല്ല സമയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അശ്വതി നക്ഷത്രത്തിന് നല്ലൊരു സമയം നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അവരുടെ ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു അശ്വതി നക്ഷത്രത്തിന് അവന് ബാലാഴ്ചകൾ ഉണ്ടാവും, കാരണം കേതു ദശയാണ്. ശനി 7.5 ശനിയാണ്, വ്യാഴം 3-ലാണ്, അവന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആദിത്യൻ 5-ലാണ്, കേതു കൂടെയുണ്ട്. മക്കളെ കൊണ്ടും മനപ്രയാസങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. ജനിക്കുന്ന കുട്ടിക്ക് മക്കളില്ലല്ലോ, അപ്പോൾ ആ കുട്ടികൾക്ക് ഒക്കെ വയറുവേദന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതിന് പരിഹാരമായിട്ട് കർഗഹോമം ശിവക്ഷേത്രത്തിൽ ചെയ്താൽ മതി. പക്കപ്പറന്നാളും കർഗഹോമം ചെയ്താൽ മാറുന്നു. ഇനി സാധാരണ ഒരു യുവത്വത്തിലേക്ക് വരികയോ ഒക്കെ ചെയ്യുന്നൊരു സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ അശ്വതി നക്ഷത്രം, സ്ത്രീയോ പുരുഷനോ ആരായാലും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 7 ശനിയാണ്, 12 ശനിയാണ്. ജാമ്യം നിൽക്കുക, അതിന് ഓരോന്ന് സാക്ഷി പറയുക, ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ ജയിൽവാസം വരാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിച്ചു വേണം പണമിടപാടുകളും മറ്റുള്ളവർക്ക് സഹായഹസ്തങ്ങളൊക്കെ ചെയ്യാനായിട്ട്. കാരണം വാഹനാപകടത്തിൽപ്പെട്ട ആൾ കിടക്കേണ്ടത് വെച്ചാൽ ഉടനെ നമ്മൾ പോലീസിനെ അറിയിക്കുക, ഓടിപ്പോയി ആളെടുക്കാതിരിക്കുക. അതൊക്കെ നമ്മൾ ചെയ്തതായിട്ടാണ് ലാസ്റ്റ് വരിക. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു മാസമാണ് ചിങ്ങമാസം. അശ്വതി നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ചാഞ്ചല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ആദിത്യൻ, അതായത് ആത്മകാരകരായ ആദിത്യൻ്റെ കൂടെ നിൽക്കുന്നത് കേതുവാണ്. കാരണങ്ങളില്ലാതെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പം അത് കാരണം വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. സാമ്പത്തികമായിട്ടും വളരെ ശ്രദ്ധയോടും അടുക്ക് ചുറ്റോടും പോകണം. സമ്പത്തിനെ പറ്റി ശ്രദ്ധിക്കുമ്പോൾ വരവ് ചെലവ് കണക്കുകൾ എഴുതി മിച്ചമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. കാരണം അവർക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ എല്ലാ ദിവസവും ഗണപതി ഭഗവാനെ ഏത്തോടുക. രാവിലെ കുളിച്ചോടനെ ഗണപതി ഭഗവാനെ ഏത്തോടുക, ആദിത്യ ഭഗവാനെ തൊടുക, മഹാദേവനെയും നാരായണ ഭഗവാനെയും പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അവർക്കൊരു അല്പം ആശ്വാസങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. അതാണ് അശ്വതി നക്ഷത്രക്കാരുടെ വൈഢൂര്യമാണ് അവർ ധരിക്കേണ്ടത്. നക്ഷത്ര രക്തങ്ങൾ എന്ന് പറയുമ്പോൾ വൈഢൂര്യമാണ് ധരിക്കേണ്ടത്. അശ്വതി നക്ഷത്രക്കാർ പെട്ടെന്ന് പ്രകോപിതമാവുന്ന സ്വഭാവം. ഈ അശ്വതി നക്ഷത്രത്തിൽ തന്നെ ഹോര, ദ്രേക്കാടം, നവാംശം, തൃതാംശം ഇങ്ങനെ 6 വർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അശ്വതി നക്ഷത്രം ജനിച്ചിരിക്കുന്നത് ആദ്യത്തെ ഹോരയാണെങ്കിൽ ആദിത്യ ഹോരയാണ്, രവി ഹോരയാണ്. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം, മുൻകോപികളായിരിക്കും. 2ാമത്തെ ഹോരയാണെങ്കിൽ ചന്ദ്രഹോരയാണ്. അവർക്ക് ശാന്തി സമാധാനം ക്ഷമയുമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ എടുത്തിയാട്ടം കൂടിയവരാണ്. ആടാണ് ഈ മേടൻ രാശിയെ പ്രതിനിധീകരിക്കുന്ന മൃഗം. അപ്പോൾ ആ മൃഗം എങ്ങനെയാണോ ചാടുന്നത് മുന്നും നോക്കാണ്ട് ചാടുന്ന സ്വഭാവമാണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക്. പിന്നെ മുടിയാണെങ്കിലും തലമുടിക്കാണെങ്കിലും അധികം മുടി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അത് ഓരോ ദ്രേക്കാടനുസരിച്ചാണ്.
ആദ്യത്തെ 30 30 ഇതാണ് ഒരു രാശി എന്ന് പറയും, ഭാഗ്യമാണ്. ആ 30-ൽ ആദ്യത്തെ 10-ൽ ജനിക്കുന്നവർ അതാ സ്വഭാവത്തിന്, അതായത് മേടൻ രാശിയിൽ എന്ത് സ്വഭാവമുള്ളത് ആ സ്വഭാവത്തിൽ തന്നെയാണ് മുന്നോട്ട് പോവുക. എടുത്തിയാട്ടമായിരിക്കും, ദേഷ്യക്കാരനായിരിക്കും, ഒരു സംയമനമില്ലാത്ത ആൾക്കാരായിരിക്കും. അതാണ് ആദ്യ രാശി വരുന്നത്. രണ്ടാമത്തെ രാശി എന്ന് പറഞ്ഞാൽ ചിങ്ങരാശിയാണ് പറയുന്നത്. ചിങ്ങരാശി ഇപ്പോൾ നമുക്ക് കാണുന്നത് ആദ്യത്തിൽ നിൽക്കുന്നുണ്ട്, കേതുവുണ്ട്. ചിങ്ങരാശിക്ക് മേടരാശിയേക്കാളും കുറച്ചും കൂടി സമാധാനമുള്ളൊരു രാശിയാണ്. ആ രാശിയിൽ ആദ്യത്തിനും കേതുവും കൂടി നിൽക്കുമ്പോൾ തടസ്സങ്ങള്, ബുദ്ധിമുട്ടുകള്, നമുക്ക് എന്ത് കാര്യം അറിയാം, തടസ്സങ്ങളൊക്കെ സംഭവിക്കാൻ സാധനമുണ്ട്. അപ്പൊ അതിന് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം, മഹാദേവനെ പ്രാർത്ഥിക്കാം. എല്ലാ ആഴ്ചകളിലും മഹാദേവ ക്ഷേത്രത്തിൽ പോയി തൊഴുത് നമശിവായ ചൊല്ലുക, ഗണപതി ഭഗവാന് അപ്പം നേദിക്കുക, അല്ലെങ്കിൽ ഗണപതി ഹോമം നടക്കുക, പക്കപ്രദാനം, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ സാധിക്കും. സാമ്പത്തിക പരാതി അവർക്കുണ്ട്. 3-ലാണ് വ്യാഴമുള്ളത്. സാമ്പത്തിക പരാതി നല്ലോണം ഉണ്ട്. അപ്പൊ ഈ സാമ്പത്തിക പരാതി തീരാനായിട്ട്, മാറാനായിട്ട്, സമ്പത്ത് ഉണ്ടാക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ചിന്തിക്കുക. പുലർക്കാലം എഴുന്നേറ്റ് നമ്മൾ ഫേസ് ടു നോർത്ത് ഇരുന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് മഹാദേവൻ, എല്ലാത്തിനും ദേവാദിദേവനായിരിക്കുന്ന മഹാദേവൻ, എൻ്റെ അച്ഛ, അമ്മേ, ഗുരുക്കന്മാരെ, എനിക്ക് ഇന്നത്തെ ദിവസം നമ്മൾ എഴുന്നേറ്റുള്ളൂ. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണത്. എഴുന്നേറ്റ് നന്ദി പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും, ഈ ഗ്രാറ്റിറ്റ്യൂഡാണ് ഈ നന്ദി പറയണം. എൻ്റെ അമ്മേ നന്ദി, എൻ്റെ അച്ഛ നന്ദി, ഗുരുക്കന്മാരെ നന്ദി. പല ഗുരുക്കന്മാരും LKG തുടങ്ങി നമ്മൾ ഇത്ര വരെ പഠിപ്പിച്ച സകല ഗുരുക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ എഴുന്നേൽക്കാൻ. മഹാദേവനെ പ്രാർത്ഥിക്കുക. മഹാദേവ, ദേവാദിദേവ, മഹാദേവ, അങ്ങേ അറിയാനും അനുഭവിക്കാനും സാധിച്ചത് നന്ദി. അങ്ങയുടെ നാമങ്ങൾ ജപിക്കാൻ സാധിച്ചത് നന്ദി. പാർവതി ദേവി നന്ദി. അങ്ങനെ നമുക്ക് അറിയുന്ന ക്ഷേത്രങ്ങളെയും അടുത്തുള്ള ക്ഷേത്രങ്ങൾ, സമീപ ക്ഷേത്രങ്ങളിൽ മാനസ പൂജ ചെയ്യാന്ന് പറയും. മാനസ പൂജ നമുക്ക് കാശി വരെ പോവാം, ആറ്റുകാല് പോവാം, പത്മനാഭസ്വാമി എല്ലാം മനസ്സോട് പോകാൻ സാധിക്കും. മാനസ പൂജ ചെയ്യാം. മാനസ പൂജ ചെയ്ത് നമ്മൾ ശിവായ ചെല്ലിയും എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ധനം, കുട്ടികൾക്ക് വിദ്യ, എന്താണോ നമുക്ക് ആവശ്യമുള്ള ആ കാര്യങ്ങൾ നമ്മൾ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കാം. വിദ്യാർത്ഥികളാണെങ്കിൽ ഇന്ന് നന്നായിട്ട് പഠിക്കാനും ഇന്നത്തെ കാര്യങ്ങൾക്ക് നമ്മൾ നന്നായിട്ട് എഴുതാനും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനും ഗുരുക്കന്മാർക്ക് തൃപ്തി വരത്തക്കതിന് പരിപാടാനും എന്നെ അനുഗ്രഹിക്കണേ പ്രപഞ്ചമേ എന്ന് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ നമ്മൾ ബിസിനസ്സുകാരാണെങ്കിൽ ജോലിക്കാരാണെങ്കിൽ ജോലി അഭിവൃദ്ധി വരാൻ, പ്രമോഷൻ വരാനും പ്രാർത്ഥിക്കാം. ബിസിനസ്സുകാരാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ധനത്തെ പ്രാർത്ഥിക്കണം. ധനം, അനായാസമായ ധനം എൻ്റെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അത് ഒരു 10 പ്രാവശ്യം പറയാം. നമ്മളൊരു ധനത്തിൻ്റെ മാഗ്നറ്റ് ആണെന്ന് പറയാം. നാനാവിധങ്ങളിലും അബണ്ടൻസ് ആയ വെൽത്ത് എൻ്റെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം ധനം പല വിധത്തിലും എൻ്റെ കയ്യിലേക്ക് സാത്വികമായ രീതികളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പണം വരികയും ഈ പണത്തിനെ സംരക്ഷിക്കാനും എനിക്ക് സാധിക്കുന്നു. ഇതിനെല്ലാം നന്ദി. എൻ്റെ കൈകൾ അനങ്ങാൻ പറ്റുന്ന നന്ദി, ഞാൻ എഴുന്നേറ്റതിന് നന്ദി. എല്ലാത്തിനും ഒരു 100 പ്രാവശ്യമെങ്കിലും നന്ദികൾ പ്രകടിപ്പിക്കുക, ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കുക. നന്ദിയാണ് ഏറ്റവും വലിയ കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മൾ കുറച്ച് യോഗ എക്സസൈസ് ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ട് വരും. കുട്ടികളായാലും വലിയവരായാലും ഒരു അരമണിക്കൂർ എക്സസൈസ് വേണ്ടി മാറ്റിവെക്കുക. അരമണിക്കൂർ എക്സസൈസ്, നമുക്ക് ആവുന്ന എക്സസൈസ് ഒക്കെ ചെയ്യുക. അതിനുശേഷം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, ധ്യാനിക്കാൻ അറിയാത്തവരെ വെറുതെ കണ്ണടച്ചിരിക്കുക, വെറുതെ ഇരിക്കുക, നമ്മളെ തന്നെ നമ്മൾ കാണുക, നമ്മളെ തന്നെ സ്നേഹിക്കുക. അങ്ങനെ മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്തു വരുന്നവർക്ക് യാതൊരു ദോഷങ്ങളും ഗോചരാലാലോ ദശാവാര സന്ധികളിലോ എന്തു വന്നാലും നമുക്ക് ഏൽക്കുന്നില്ല എന്നുള്ള സത്യമുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ എല്ലാവത്തിനോടും നന്ദി പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾക്ക് ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ നമുക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാലേ മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കുള്ളൂ, അല്ലെങ്കിൽ അംഗീകരിക്കില്ലല്ലോ. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം ദിനചര്യകളൊക്കെ ചെയ്ത് ശേഷം ക്ഷേത്രത്തിൽ പോകാൻ പറ്റും, ക്ഷേത്രത്തിൽ പോവുക, കുളിക്കാൻ പറ്റും, കുളിച്ച് വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കുക, 5 തിരിയിട്ട് വിളക്കെത്തിക്കുക. ഏത് നക്ഷത്രക്കാർക്കും വേണ്ട, പ്രത്യേകിച്ച് അശ്വതിക്കും. അപ്പോൾ ഈ അശ്വതിയുടെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത്. 5 തിരിയിട്ട് വിളക്കെത്തിക്കുക, വിളക്കിൻ്റെ ചുവട്ടിൽ പുഷ്പങ്ങൾ കൊണ്ടുവയ്ക്കുക, കിണ്ടിയിൽ വെള്ളം വയ്ക്കുക. ഇതെല്ലാം ജലതത്വത്തെ, അതായത് നമ്മുടെ പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കിയാണ് ചെയ്യുന്നത്. ഒരു കർപ്പൂരം കത്തിക്കുക. കർപ്പൂരം കത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പരദേവതകളെ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ പരദേവതയെ, എൻ്റെ അച്ഛൻ വഴിയും അമ്മ വഴിയുള്ള പരദേവതയെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് കർപ്പൂരം കത്തിക്കാം. ഈ വക ചിട്ടയോട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദോഷങ്ങളും ഒരു രാശിദോഷങ്ങളും ഒരു പ്രയാസങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുക, പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്.
സൂര്യഭഗവാനെ തൊഴുക. 5ാം ഭാവത്ത് സൂര്യനും കേതുവാണ്. അപ്പോൾ സൂര്യഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കാം. സൂര്യഭഗവാൻ ഓം സൂര്യായാർക്കായ ദിവാകരായ ഭാസ്കരായ രവിയെ നമ ഒരു 11 പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം. തുളസി ഉണ്ടെങ്കിൽ തുളസിക്ക് ജലം സമർപ്പിക്കാം. ജലം സമർപ്പിക്കാൻ നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. തുളസിക്ക് ജലം സമർപ്പിക്കാം, വിളക്കെത്തിച്ച് വയ്ക്കുക. ഈ വക കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന വീടുകളിൽ ഒരു കാലത്തോളം ഒരു ദോഷവും ഒരു സംഭവിക്കില്ല എന്ന് സത്യമായ കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ സ്ത്രീകളായാലും അശ്വതിയിലായാലും ഏത് നക്ഷത്രക്കാരും സ്ത്രീകൾ അടുക്കളയിൽ കയറുമ്പോൾ ശുഭമായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് കുങ്കുമൊക്കെ തൊട്ട് ഐശ്വര്യമായിട്ട് അടുക്കളയല്ലേ ഞാനിവിടെ നിൽക്കണേ എന്ന് വിചാരിച്ച് പഴയ വസ്ത്രങ്ങൾ ഇടുന്നത്, വൃത്തിയായ വസ്ത്രങ്ങൾ ധരിക്കുക. വൃത്തിയായിട്ട് നീറ്റായിട്ടും സുഗന്ധപൂരിതമായിരിക്കണം എപ്പോഴും. എങ്കിലേ ആ വീട്ടിൽ ലക്ഷ്മി ദേവി വരികയുള്ളൂ. വിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ജലമെടുത്ത് അതിനകത്ത് മഞ്ഞൾപ്പൊടി, ഒരു കല്ലുപ്പ്, ഒരു പച്ചക്കർപ്പൂരം ഇതൊക്കെ ഇട്ട് ആ വെള്ളം യാ ദേവി ബ്രഹ്മരൂപേണ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമ എന്ന് ചൊല്ലിക്കൊണ്ട് പൂജാ ഉമ്മർപ്പടിയും വാതിലിൻ്റെ ഉമ്മർപ്പടിയെല്ലാം തുടച്ച് അവിടെ തളിച്ച് വൃത്തിയാക്കിയിട്ട് വേണം വിളക്ക് കത്തിക്കാൻ. അപ്പോൾ അവിടെ ലക്ഷ്മി ദേവി വരും. ധനമഴ തന്നെ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് കുട്ടികൾക്കും ശീലിക്കാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ വെറും വയറ്റിൽ നമ്മൾ പല്ല് തേച്ച് മുഖം കഴുകിയോ ഉടനെ തന്നെ വെറും വയറ്റിൽ ഒരു സ്പൂൺ നെയ്യ് കഴിച്ചാൽ നല്ല ബുദ്ധിയും ഓർമ്മയൊക്കെ ഉണ്ടാവും. വളരെ നല്ലതാണ്. കുങ്കുമപ്പൊടി നല്ല കുങ്കുമപ്പൂ ഇപ്പം നമുക്ക് മായയില്ലാത്ത കിട്ടാൻ സാധ്യതയില്ല. അപ്പം നെയ്യ് കഴിക്കുക. നല്ല പശുവിൻ നെയ്യ്, ഒരു മിൽമയായാലും മതി, ഒരു അല്ലെങ്കിൽ നമ്പീശ്വരസ് നെയ്യ്, പല ബ്രാൻഡ് നെയ്യുണ്ട്. നല്ല നെയ്യ് നോക്കി ഒരു സ്പൂൺ നെയ്യ്, ചെറിയ സ്പൂൺ നെയ്യ് വെറും വയറ്റിൽ കഴിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ചൂടുവെള്ളം കുടിക്കുക. ആ ആൾക്ക് വയറിനൊരു അസുഖമോ ഗ്യാസ് ട്രബിളോ ഒന്നും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് അനുഭവങ്ങളിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മാത്രമല്ല, പൂർവികമായിട്ട് ആളുകൾ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. എൻ്റെ അനുഭവം അത് തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ ചുറ്റിയോട് നമ്മൾ ജീവിക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ജീവിതത്തിൽ ഈ അശ്വതി നക്ഷത്രക്കാർ ഇതെല്ലാം ഫോളോ ചെയ്യുക. ഗണപതിയെ പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച തോറും ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുക. കറുകമാല സമർപ്പിക്കുക. അമ്പലത്തിൽ പോകാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് ഗണപതിക്ക് ഏത്തോടണം, നിർബന്ധമായിട്ടും ഏത്തോടണം. രാവിലെ കുളിച്ച് വടക്കോട്ട് തിരിഞ്ഞ് ഒരു 11 നമ്മുടെ വയസ്സിൻ്റെ അത്ര ഏത്തോട്ടം നല്ലത്. അത്രയും ഏത്തോട്ട് ഞാൻ ഒരു എക്സസൈസുമായി, അത് ഒരു വളരെ ഗണപതി പ്രീതിയുമായി. ഇത്തരം കാര്യങ്ങളൊക്കെ അനുവർത്തിച്ച് വരികയാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളും ഈ ചിങ്ങമാസത്തിൽ വ്യാഴം 3-ലായാലും ശനി 12-ലായാലും ഇതൊന്നും നമുക്ക് കേൾക്കാതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. അശ്വതി നക്ഷത്രക്കാർ ഇതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ പോകണം, തൊഴണം. ഞായറാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അതുപോലെ നാഗത്തെ പ്രാർത്ഥിച്ച് ധനം ഉണ്ടാവും. ബുധൻ അമാവാസി ഞായർ ഈ ദിവസങ്ങളിൽ ഒരു നെയ്ദീപം നാഗത്തിന്, അതായത് ഏത് ക്ഷേത്രത്തിലെ നാഗത്തിന് സമർപ്പിച്ച് തൊഴുതാൽ ധനം പെരുമഴ പോലെ വരും. പണിയെടുക്കണം കേട്ടോ, ഇത് മാത്രം ചെയ്താൽ പോരാ. നമ്മുടെ ജോലിയിൽ വ്യാപൃതമായി നമ്മൾ ഉത്സാഹത്തോടെ 100% ആത്മാർത്ഥതയോടെ നമ്മൾ ജോലി ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവിധത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം നന്നായിരിക്കും. പിന്നെ ഓരോ വ്യക്തികളും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞാൽ കണ്ണാടി നോക്കി പറയുക, ഐ ആം ഹെൽത്തി, വെൽത്തി ആൻഡ് ലക്കി. 3 പ്രാവശ്യം ഉറക്കത്തിലൂടെ അറിയാം, പതുക്കെ പറഞ്ഞാലും പറയും, ഐ ആം ഹെൽത്തി, വെൽത്തി ആൻഡ് ലക്കി. ഹെൽത്ത്, ആരോഗ്യം വലിയ ഒരു കാര്യമില്ല, വെൽത്തും വേണം നമുക്ക്, അതുപോലെ ഭാഗ്യവും വേണം. ഇത് 3 കൂടി ചേർന്നാണ് ഒരു വ്യക്തിക്ക് വ്യക്തിത്വമാവുകയുള്ളൂ. ഇതെല്ലാം ചെയ്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെ വായിൽ ചീത്ത വാക്കുകൾ പറയാതെ വളരെ നല്ല നല്ല വാക്കുകൾ പറയാൻ നോക്കുക. നമുക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ കിട്ടാൽ നമ്മൾ മറന്നു പറയാം. നാരായണ, ഓം നമോ നാരായണ ജപിച്ചാൽ നമ്മളത് കേൾക്കില്ല. അപ്പം അവരുടെ പെട്ടെന്ന് തണുത്തോളും. നമ്മളൊരാൾ ദേഷ്യപ്പെട്ട് അനാവശ്യം ദേഷ്യപ്പെട്ടു നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കി ഓം നമോ നാരായണ മനസ്സിൽ ജപിച്ചാൽ മതി. അപ്പം അവരത് തന്നോളും. പിന്നെ അതിന് ഒരുപാട് മന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓം നമോ നാരായണായ നമഃശിവായ എഴുതുന്നതിന് പ്രത്യേക ഗുരുപദേശമൊന്നും വേണ്ട. അതുകൊണ്ടാണ് അത് ജപിക്കാനായിട്ട് പറയുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത അശ്വതി നക്ഷത്രക്കാരുടെ ഈ ചിങ്ങമാസത്തിലെ എല്ലാ ബുദ്ധിമുട്ടും മാറി അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇനി കൂടുതലായിട്ട് ഓരോ രാശി, ഇപ്പം അശ്വതി നക്ഷത്രം തന്നെ ആവണം. അശ്വതി നക്ഷത്രത്തിന് പല ജനിച്ച ദ്രേക്കാടം അനുസരിച്ചുണ്ട്. അതുപോലെ ആദ്യത്തെ ദ്രേക്കാടത്തിൽ ജനിച്ചാൽ അതേ സ്വഭാവമായിരിക്കും. ഇനി രണ്ടാമത്തെ ദ്രേക്കാടത്തിൽ, അത് 10 നാഴിക കഴിഞ്ഞിട്ട് പിന്നെ 10 ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വരുന്നതായിരിക്കും. 10 പോയിന്റ് വരുന്നതായിരിക്കും രണ്ടാമത്തെ 20. രണ്ടാമത്തെ ഹോര എന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിയാണ്. അപ്പോൾ അതിൻ്റെതായ ക്യാരക്ടർ, ചിങ്ങരാശിയുടെ ക്യാരക്ടറും ഒരു രാജാധികാരവും ഒരു ഇതൊക്കെ ഉണ്ടാവും. മൂന്നാമത്തെ ദ്രേക്കാടമാണ് ധനുരാശി. ആ ധനുരാശിയിൽ ജനിക്കുന്നവർക്ക് ഒരു ക്ഷത്രിയ സ്വഭാവം, ഒരു ബ്രാഹ്മണ സ്വഭാവം. ചിങ്ങൻ രാശിയിൽ ക്ഷത്രിയ സ്വഭാവവും ധനുരാശിയിൽ ബ്രാഹ്മണ സ്വഭാവവും
എങ്ങനെയുള്ള പല ഇതും ഉണ്ടാവും. മേടൻ രാശിയിലെ ആദ്യത്തെ രേഖാണത്തിലാണെങ്കിൽ ഒരു സൈനസൈനാധിപന്റെ സ്വഭാവം. ഇങ്ങനെ ആ ഓരോ ക്യാരക്ടറും വ്യത്യാസമുണ്ട്.